കൂടെ നിന്നതിന് ശേഷം അപ്പോൾ കമ്പ്യൂട്ടർ ചെയ്യണ കാലില് വടി കുന്നിയാണ് നടക്കണത്. വടി കുന്നി അതിന് ആ വടി എനിക്ക് എന്നിട്ട് പോയിക്കാണ് ഇപ്പം വടിയും നമ്മൾ സഹായിക്കുമ്പോൾ നമുക്കൊരു വടി വേണ്ടേ? വടി വളരെ ശ്രദ്ധിക്കണമേ. അവിടെ നോക്കിക്കൊള്ളണം. അവൾ വടി കൂന്നി ഉപവാസ പ്രാർത്ഥന കിടന്നു. 3-ാമത്തെ ആഴ്ച ശ്യാമളെ എന്നൊരു ശബ്ദം ഈ താഴെ ഇവിടെ ഒത്തിരി മൈലാണ്. ഈ പോകും അവളെടുത്ത് ശ്യാമളെ എന്നൊരു വിളി. അവൾ എന്നോട് ഒന്ന് കറങ്ങി നോക്കിയാൽ ആരും കണ്ടില്ല. ആരോ എന്നെ വിളിക്കുകയാണ്. പഴയ ആൾക്കാർ കൂട്ടുകാരായിരിക്കും വിളിക്കണേന്ന് വിചാരിച്ചു. ആരും കണ്ടില്ല. ശബ്ദം വേറെയാണ്. അതാണ് നമുക്ക് ഒരു സംശയം. വീണ്ടും നോക്കിയപ്പം ആര് എന്ന് ഇവിടെ ചോദിച്ചു. ഇവിടെ ആരെയും കാണുന്നില്ല. ആരൊന്ന് ആകാംക്ഷയോട് ചോദിച്ചപ്പോൾ ശ്യാമളെ, എൻ്റെ ദാസനിൽ കൂടെ നിനക്ക് വിടുതൽ എന്തിനീ വടി കളയാം. വടി ഉടനെ എടുത്ത് എറിഞ്ഞിട്ട് മുണ്ടല് മാറി. പിന്നെ എന്തിന് പിന്നെ ഇങ്ങനെ ആകണം? എനിക്ക് മുണ്ടലായി എന്റെ മുണ്ടല് അഭിനയിക്കല്ലാതെ ദൈവം മതിലാട്ടമൊക്കെ നിർത്താൻ വേണ്ടിയാണ് ചെയ്ത് തന്നതൊക്കെ. മതിലൊക്കെ ചാടുക. അതുകൊണ്ട് പഠിച്ചില്ല. മാരത്തം ഓട്ടം പോലീസ് ഓട്ടിച്ച് ഏത് മതിലും ചാടി ഓടും. അവന്മാർ കിട്ടിയ അടിക്കില്ലേ. അതുകൊണ്ട് കൃപാലമായ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ദൈവം മനസ്സിലുള്ളവന്റെ വായിക്കാം നമുക്ക്. യഹോവയെ അവന്റെ ബലത്തിന്റെ രവിൽ ഇടപെടാതെ അവന്റെ മുഖത്തെ അന്വേഷിക്കും. 105-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ 104-ാം സങ്കീർത്തനം 4-ാം വാക്യം. കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ സുഷന്മാരും ആക്കുന്ന ഒരു ദൈവം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി അവരുടെ മുഖം ഇടവിടാതെ അവന്റെ മുഖം അന്വേഷിക്കണം. അവങ്കിലേക്ക് നോക്കണം. ഇടവിടാതെ എപ്പോഴും അവന്റെ മുഖം. ഇവിടെ സങ്കീർത്തനം 38-ാം അധ്യായത്തിന്റെ അതിന്റെ 18-ാം വാക്യത്തിൽ എഴുതിക്കുന്നത് തന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശികളുടെ മേലും ഇരിക്കുന്നു. എന്താണ്? അവിടെ ശ്രദ്ധിക്കണം. തന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശികളുടെ മേലും. ദയ കിട്ടാൻ വേണ്ടി മുട്ടുകുത്തുന്നവർ ദയ നിന്റെ കരുണ ഉണ്ടാക്കണമേ, ദയ ഉണ്ടാകണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് നിനക്ക് ഉറച്ചു കൂവാൻ പറ്റിയില്ലെങ്കിൽ, വീട്ടിലാരും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നീ മാനസാന്തരപ്പെടാതെ നീ ഉറച്ചു കൂവിയാതോടെ പാടിയ നിന്നെ ഇപ്പം നിർത്തിയില്ലെന്ന് നിന്നെ ശരിയാക്കണമെന്ന് പറയും. അതിനേക്കാൾ മര്യാദയ്ക്ക് മൗനമായിട്ട് പ്രാർത്ഥിച്ച ആരെയും പിടിച്ചുകൊണ്ട് പോകും. നീണ്ട വർഷങ്ങളിൽ ഞാൻ മുഖം മുത്തിയാണ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം എൻ്റെ മകള് തള്ളയോട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ പ്രാർത്ഥന ദൈവം തന്നതാണ്. 7:30 മണി മുതൽ 8 മണി വരെ അരമണിക്കൂർ, ഉച്ചയ്ക്ക് 1:30 മണി മുതൽ 2 മണി വരെ, രാവിലെ 7 മണി മുതൽ 7:30, രാത്രി 1:30 മുതൽ 2 മണി. ഈ 4 പ്രാർത്ഥനയും മുടങ്ങാതെ ചെയ്യാറുണ്ട്. വളരെ ശ്രദ്ധിക്കണം ഇത്. അപ്പോൾ എൻ്റെ മകളൊന്ന് രക്ഷിക്കപ്പെട്ട് ആത്മാവൊക്കെ ഉള്ളതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു കൂട്ടായ്മയിൽ പോകണം. അപ്പൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ചോറിനെ പൊരിച്ച മീനുമായിട്ട് കൊണ്ടുവച്ചപ്പം ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നപ്പോൾ മരിച്ചിന് കീറി അവിയൽ വെച്ചുകൊണ്ടായിരുന്നു. ഇത് ഞാൻ തിന്നാൻ തുടങ്ങുമ്പം സുജാത ചോദിക്കണ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അഭിഷേകം പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ദൈവത്തോടാണ്. ഇതെങ്ങനെ മനസ്സിലായി? അറയിൽ കടന്ന് ഈ കഥവിന് ഞാൻ ഈ കഥവ് അറ, ഇവിടെ ഒരു അറയിരിക്കും. 2 വ്യത്യസ്ത നിലയാണ്. കഥവ് അടച്ച് മുറിക്കകത്ത് കയറി ശല്യമില്ലാതെ പറ്റി പ്രാർത്ഥിക്കാം. ഇത് ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ മൗനമായി. ഇവർക്ക് വല്ല നമ്മൾ ബസ്സിൽ ഞാൻ വീട്ടിൽ പോകുന്ന അടുത്ത വീട്ടിലെ തല തെറിക്കണം. ഇത് ബസ്സിനകത്ത് കണ്ടക്ടർ കേട്ടോണ്ട് നീ ആരടി ബസ്സിൽ ഇരിക്കണവർ വിടുവോ? പ്രൈസിലോട് അല്ലേ? വളരെയധികം മൗനമായിട്ട് എത്രയോ വർഷങ്ങൾ ഞാൻ ഉണ്ടാവും. എനിക്ക് എല്ലാത്തിനും മറുപടി തന്നു. ഈ പുസ്തകത്തിൽ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പരിശുദ്ധാത്മ ലഭിക്കാൻ വേണ്ടി ദൈവത്തോടെ അപേക്ഷിച്ചു. കാരണങ്ങൾ പോലെ സാക്ഷ്യം ചെയ്യാം, ട്രാക്ട് അടിച്ചിറക്കാം, നിന്റെ നാമം എല്ലായിടത്തും ഞാൻ പോയില്ല. പോകാതെ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഒരു പ്ലാവ് മുറിക്കാൻ പറഞ്ഞ് അവിടെ 1 മാസത്തിന് പേര് കൊമ്പ് വെട്ടിയിട്ട് ഇങ്ങനെ വളഞ്ഞതും ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്ത് കാലുള്ള അങ്ങോട്ട് കേട്ടോ. കാരണം ഇതിന്റെ പുറത്ത് വീഴുന്ന ഈ തടി മറിയരുത്. ഞാനത് സാധനം അങ്ങനെയുള്ള സാധനം കണ്ടാൽ ഞാൻ എടുത്ത് മാറ്റിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കയറുള്ളൂ.
ഈ ജഗതിയിലാണ് നമ്മൾ ഇന്ന് ആ സ്ഥലത്ത് ജഗതിയിലൊരു ഏറ്റവും വലിയ സഭ അവിടെ നിൽക്കുക. ആ പ്ലാവ് കുറിച്ച സ്ഥാനത്ത് ഞാൻ വീഴുന്ന സ്ഥാനത്ത്. അപ്പൊ എന്നെ അടിച്ചിട്ട് പിശാചിനെ അവിടെ നിന്ന് ഓട്ടിക്കാൻ വേണ്ടി അവിടെ ഒരു പയ്യൻ വന്നു. ജ്യോതിഷകളെ നേടാൻ കഴിവുള്ള പയ്യനെ കൊടുത്തു. അവന് ഇഷ്ടംപോലെ കുടുംബങ്ങളെ കൊടുത്തു. ഏതാണ്ട് 100 കുടുംബങ്ങൾ വരെ അവന് ദൈവം കൊടുത്തിരിക്കുകയാണ്. ആറ്റിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. കൃപാലുമായത് ഞാൻ എവിടെ പ്രാർത്ഥിച്ചിട്ട് മേളിൽ കയറി ഒരു കൊമ്പ് വെട്ടി. അടുത്ത് 25 അടിക്ക് മേളില് ഒരു കൊമ്പ് വെട്ടാനായിട്ട് ഞാൻ ഇടത്തേക്ക് കൊണ്ട് ഒരു കൊമ്പ് പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ കൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 2 കൈ പത്തി ഈ സ്ഥലത്ത് വന്ന് പതിഞ്ഞു. എന്തിനാണ് പതിഞ്ഞെന്നറിയാം? ഞാൻ ട്രാക്ടർ അടിക്കാം, പള്ളിയിൽ സാക്ഷ്യം പറയാം, എല്ലാം പറഞ്ഞതാണ്. പറഞ്ഞിട്ടാണ് ഞാൻ മരം മുറിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ചയെങ്കിലും പള്ളി പോയിരുന്നെങ്കിൽ ഈ സംഭവിക്കുക കൈ കൊണ്ട് വരില്ലായിരുന്നു. കൈ വെച്ചതും ഇത് ഇണിഞ്ഞു പോയി. ഞാൻ വെട്ടിക്കിടത് പകുതി പോലും ആയില്ല. അതും മുറിഞ്ഞ് താഴെ പോയി. ഞാൻ ഫ്രീ ആയി. ഞാൻ താഴെ വരണം. ആകാശത്ത് നിന്ന് താഴോട്ട് പോകാൻ പറന്നു വരികയാണ്. വെട്ടത്തി കയ്യിലിരിക്കുകയാണ്. ഹനുമാൻ ഇങ്ങനെയല്ലേ, ഞാൻ ഇങ്ങനെ വരികയാണ്. എനിക്കൊരു പാപബോധം തോന്നി. വെട്ടത്തി ദൂരെ എറിയാന്ന് തോന്നി. വെട്ടം ദൂരെ എറിഞ്ഞില്ലെങ്കിൽ ഇവിടെ എവിടെ കയറിയാണ് പറഞ്ഞു. അത് എടുത്ത് എറിഞ്ഞിട്ട് നേരെ ടബോധം തോന്ന് ഇതാ ഇവിടെ അടിച്ചാണ് അവിടെ വീഴുന്ന അട്ട ചെല്ലും വില കിടന്നു. എന്നിട്ട് കണ്ണടച്ച് പിടിച്ച് ദൈവമേ ഭാവിയ എന്നോട് കരുണ കാണിക്കും മൗനമായിട്ട്. അപ്പോൾ ആൾക്കാരൊന്ന് എൻ്റെ കൂടെ ഒന്ന് ജോലിക്കാരൻ പറഞ്ഞു പ്രാർത്ഥിക്കാണെന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് ഉയര് പോടെ എനിക്ക് മൗനമായിട്ട് ദൈവം എനിക്ക് 3 വചനങ്ങൾ 3 സ്ഥലം തന്നിട്ടുണ്ട്. ഞാൻ കുളിക്കുമ്പോൾ ഏത് സമയത്ത് കുളിച്ചാലും ഒരു കപ്പ് വെള്ളത്തിന് അത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. അത് പറഞ്ഞ് തീർത്തിട്ടല്ലാതെ പറഞ്ഞു 2 നേരം 2 കുടിച്ച് കയറുമ്പോൾ 2 പ്രാവശ്യം 2 കപ്പ് വെള്ളം. ആദ്യത്തെ വെള്ളം തലയിൽ ഒഴിക്കുമ്പോഴും ആ വചനം പറഞ്ഞ് ഒഴിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സോപ്പൊക്കെ തേച്ച് കുളിച്ച് റെഡിയായെന്ന് തോന്നുമ്പോൾ ഒരു കപ്പ് കൂടെ എടുത്ത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് അതേ 3 വചനം പറയും. പറഞ്ഞ് ആണ് കുളിക്കുന്നത്. അത് രാത്രി കിടക്കാൻ നേരത്തും ഉറക്കം കഴിക്കുമ്പോഴും ഇത് പറഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഏത് പട്ടി വന്നാലും കുഴപ്പമില്ല. വളരെ ഇന്നത്തെ യാത്ര സുഖമാണ്. എനിക്ക് അശ്ലീലമായിട്ട് തോന്നിയിട്ടില്ല. പട്ടിയിൽ ഇതിപ്പൊന്നും പ്രശ്നമല്ല. ഉണ്ടാ കുഴപ്പമുണ്ടോ? ഇതിപ്പോൾ കുഴപ്പമുണ്ടോ? എന്തിന് അല്ല അതിനെ കണ്ടാൽ അതുപോലെ ആവും നമ്മൾ. ഇല്ല, ഇത് ഇഷ്ടംപോലെ കിടക്കില്ല കടയിൽ. അതൊന്നും ചെയ്യില്ല നമ്മളൊന്നും. അതുകൊണ്ട് കർത്താവിനല്ല അവിടെ വിളിച്ചു. അന്ന് രാത്രി ഞാൻ പെട്ടപ്പാട് നോക്കിക്കൊള്ളു. വൈദ്യൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു. എൻ്റെ വായിട്ട് തോന്നി അന്ന് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുന്നു. ധർമ്മപത്നിയെടുത്ത് പറയുന്നത് പ്രാർത്ഥിക്കും. എണ്ണയെടുത്ത് പറയണം പ്രാർത്ഥിക്കാൻ. അവളും പ്രാർത്ഥിച്ചു. ഒരനക്കമോ ശബ്ദമല്ല. ഞാൻ ചെയ്ത പാപത്തിന് പണി എനിക്ക് തന്നതാണ്. മനസ്സിലായി? എന്തിനാണ് പാപം? ഞാൻ ട്രാക്ടർ അടിച്ചിറക്കാം, ഇതിൻ്റെ നാമത്തെ പറഞ്ഞുണ്ടാക്കാം, എനിക്ക് ചാരായത്തിൽ നിന്ന് വിട്ടു തരുന്നാൽ പാപിയായതിനോട് കരുണ കാണിച്ചാൽ ഞാൻ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ പലരും ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം, പക്ഷെ അവൻ മറക്കൂല. മറക്കുമോ? ഒരിക്കലും മറക്കൂല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണേ. ഈ സദൃശവാക്യം 25-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഇത് നിവേദിത വാക്യം ഓർമ്മയില്ല. 25-ന്റെ 20 20-ന്റെ 25. ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരിടുന്നത്. 20-ന്റെ 25 ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കെണി. വായിക്കാമോ? സഭാപ്രസംഗി 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. കർത്താവിന് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അപ്പുറത്തെ ഓമനയ്ക്ക് ഇത്ര രൂപ കൊടുക്കാം, അപ്പുറത്തെ കോമതിക്ക് ഞാൻ ഇത്ര രൂപ കൊടുക്കാം, അപ്പുറത്തെ കോമതിയിലെ മോക്ക് ഞാൻ ഒരു കപ്പ് തട്ടി കൊടുക്കാം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് തടി തപ്പാൻ അപ്പുറത്തെ ആവേശം കൊണ്ട് പറഞ്ഞിട്ട് ദൈവം കേട്ടാണല്ലേ? ഇപ്പോഴും ആൾക്കാർ വേണമെന്ന് വെച്ചാൽ
നമുക്ക് ചെവിയെ തന്നവന് ചെവിയില്ലാതെ, നമുക്ക് കണ്ണ് എടുത്ത് നമ്മൾ പറയാണ് അയാൾക്ക് കണ്ണെന്ന് കണ്ടു. ഇന്നാണ് പറഞ്ഞോണ്ടിരിക്കണേ അല്ലേ, ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ, കണ്ണിനെ നട്ടവൻ കാണുകയില്ലയോ അല്ലേ? അങ്ങനെ എഴുതി തന്നെയല്ലേ ഈ സരാചരങ്ങൾ ഉണ്ടാക്കിയ ഒരു നിമിഷങ്ങൾ ഒരേ സമയത്ത് ഈ ലോക രാഷ്ട്രങ്ങൾ സകലത്തെ കാണാൻ കഴിവുള്ള ഒരു സാന്നിധ്യം, ഒരേ സമയത്ത് എല്ലാവർക്കും ജീവശ്വാസം കൊടുക്കുവാൻ കഴിവുള്ളവൻ, എല്ലാവരെയും ജീവിപ്പിക്കുന്നവൻ, ആഹാരം കൊടുക്കാൻ കഴിവുള്ളവൻ, ആ ദൈവത്തിന് ചെറുതായിട്ട് കാണാൻ പോവല്ലേ അപ്പി പറഞ്ഞേ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്താ വാക്യത്തോടുകൂടി അവൻ്റെ അടുക്കൽ ചെന്നാൽ ഏത് പാപവും ക്ഷമിച്ച് തരുമോ തരില്ലേ? അവിടെ സമ്മതിക്കണം, കുറ്റം സമ്മതിക്കണം. ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നാൽ സാത്താൻ എന്ത് വെല്ലുവിളിക്കില്ലേ? ചെയ്ത തെറ്റിനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സാത്താൻ പിന്തുടരില്ലേ? പിന്തുടരും. അവിടെ ദൈവം സാത്താൻ അയക്കണ്ട, ഇവർക്ക് സാത്താനെ ധൈര്യമായിട്ട് പോവാം. മനസ്സിലായ? കൃപാലുവായ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന യോശുവ ഭക്തൻ സെക്രട്ടറി എഴുതി വളരെ ശരി. സാത്താനോട് ചെന്നു, സാത്താനെ ചെല്ലോട്ടു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. സാത്താൻ കുറ്റം പറയുന്നു. ആര്? കറ പോലുണ്ട്, ചെളി പോലുണ്ട വസ്ത്രം ധരിച്ചിരിക്കുന്നു വേണം, മുഷിഞ്ഞിരിക്കുന്നു. കുറ്റം പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ ദാസനെ കുറ്റം പറയുമ്പം ദൈവം നിന്നെ ഭർഷിക്കട്ടെ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് യെരൂശലേമിനെ തിരഞ്ഞെടുക്കുന്ന എടുത്തിരിക്കുന്ന ദൈവം നിന്നെ ഭർഷിക്കട്ടെ, ഒറ്റ വാക്ക് പോയി. രണ്ടാമത് പറഞ്ഞ വാക്കിലാണ് പോയത്. അതുകൊണ്ട് ഇത് നമ്മളെ നേരിട്ട് പിടിക്കാം. ചുറ്റിക്കറങ്ങും, പടലോട് വരും, ആരും ഒന്നും ചെയ്യണ്ട. യുവമാർക്ക് വരാൻ സ്വാതന്ത്ര്യമുണ്ട്. വേലിയൊക്കെ നമ്മൾ ഇതിനെ പൊളിച്ചു കഴിഞ്ഞാൽ അത് വരെ പറ്റില്ലേ? അവൻ ആവശ്യപ്പെട്ട സാധനം അവിടെ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം അവൻ്റെതാണെങ്കിലും അവർക്ക് വരില്ലേ? വരും. അപ്പൊ അടിച്ചു മാറ്റേണ്ട ജോലി ആരേ? നമ്മള് ഈ ജാതി ഉപാസത്താനും പ്രാർത്ഥനയാലും നീങ്ങും, എന്നേക്കുമായി എല്ലാം നീങ്ങും, എല്ലാം മാറും. ആരാണ് ഇവിടെ നല്ലവരെന്ന് പറയുന്നത്? ഞാൻ നല്ലവനല്ലേ, എൻ്റെ അപ്പ നല്ലവനല്ലേ, എൻ്റെ അമ്മ നല്ലവനല്ലേ? അത് എൻ്റെ അമ്മ ചത്തനേഷം എനിക്കറിയാം. അതുവരെ ഞാൻ എൻ്റെ അമ്മ നല്ലവളെ തന്നെ പറഞ്ഞില്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു പാപം കിടക്കുമ്പോൾ ഞാൻ നിങ്ങളെ പറയാമോ? ഇല്ല. പിന്നെ സദൃശവാക്യം 27 അല്ല 17 29 വായിക്കാമോ? 28 വരെയുള്ള 28 ഉള്ളു. അതൊന്ന് 18 നോക്കട്ടെ. 18 29 അതുമില്ല. 29 17 ഉണ്ട്. നിന്റെ മകൻ ദാസനെ ഗുണീകരിപ്പാൻ. അല്ല 19 അതിന്റെ 27 19 ഇതാണ് 27 19. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം. ഒരു മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയിരിക്കുന്നു മറ്റുള്ള അവന്റെ മുഖം കണ്ട പറയും. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷ ലഭിക്കാതിരിക്കൂലേ? ശിക്ഷ കെടുക്കും. അപ്പൊ നമുക്ക് തന്നെ കണ്ണാടിയിൽ കടമുടിയായിട്ട് നമ്മൾ കാണുന്നു അല്ലേ? അതിനെ മര്യാദയ്ക്ക് പ്രയോജനപ്പെടുത്തിയാൽ അവസാനം വരെ ഇരിക്കില്ലേ? ഉള്ളത് കൊണ്ട് തെറ്റിപ്പെട്ട് ഉള്ള ആത്മാവിനെ കൊണ്ട് അവർ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ഉള്ളത് അതേപോലെ ഒരുക്കത്തോടുകൂടി കറക്റ്റുള്ളവർ സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ് വേണം. തന്റെ ഇടപാട് തന്തയ്ക്ക് ജനിച്ചതിനുള്ള ധൈര്യം കാണിക്കാം. നമ്മളെ വേറെ ആളുകളുണ്ടല്ലോ അപ്പൊ അതല്ല അന്താണ് കാണിച്ചല്ല കാണിക്കേ. ഇവിടെ ഒരു തന്തയുണ്ട്. വീരത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ജ്ഞാനത്തിന്റെ സ്വഭാവത്തിന്റെ ആത്മാവിനെ ആ ശക്തിയുടെ ജ്ഞാനത്തിന് അവൻ ആ ധൈര്യത്തെ വിട്ട് പറയാൻ പറ്റും. പാസ്വേഡ് മോട്ടിച്ചില്ലേ? ഓ ഞാൻ മോട്ടിച്ച് നീ കൊണ്ട് കൈ കൊടുത്തിട്ടോ? ഞാൻ കൊണ്ട് പോന്ന് ഞാൻ അങ്ങനെയാണോ പറയണ്ടേ? ഞാൻ ഒരു ദിവസം ജോയി പാസ് പോയിട്ടാണ്. ജോയി പാസ് ഫസ്റ്റിൽ
24 വർഷത്തിന് മുമ്പേ. അപ്പോൾ നോക്കിയുള്ളൂ, അന്ന് എനിക്കൊരു സ്പീക്കർ സൈക്കിൾ പോലും ഇല്ല. നോക്കിയുള്ളൂ, ഒരു സ്കൂട്ടർ ഞാൻ വാങ്ങിച്ചു ആദ്യമായി. പക്ഷേ അതൊക്കെ ദേവദാസിൻ്റെതാണ് വണ്ടി, പുത്തൻ വണ്ടി. എന്നാലും ഇപ്പോൾ ഇരുന്ന് പഴയതുകൊണ്ട് എഞ്ചിൻ പണിയായി. ആ എഞ്ചിൻ പണിയൊക്കെ ചെയ്ത് ടയറൊക്കെല്ലാം പുത്തനാണ്. ഞാൻ കൊടുത്തിട്ട് ഞാൻ പറയും, നിൻ്റെ പേരിൽ മാറ്റി പോകാൻ. ഇവ ഒരിക്കലും പേര് മാറില്ല, ഇൻഷുറൻസ് അടയ്ക്കില്ല. യവൻ ഞാൻ അറിയാതെ 5 വർഷം കഴിഞ്ഞ് വിളിച്ചു. ഞാൻ പിന്നെ ആ പേപ്പറെങ്കിലും പറയില്ലേ. എല്ലാ ബുധനാഴ്ച ഇവിടെ ഉപവാസത്തിന് വരുന്ന പാർട്ടിയാണ്. ഇവിടെ ഏത് ഉപവാസം വെച്ചാലും ഞാൻ ഇവിടെ ഹെഡായിട്ട് നിൽക്കാൻ കൊടുക്കും. പറയില്ലേ, അത് പറയില്ലേ. പാസ്റ്റിന് മുമ്പേ അപ്പോൾ ഞാൻ പറയുക എന്ത് ആ പേപ്പർ ചോദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പോയി. ഞാൻ മുമ്പേ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. ഞാൻ പുറകെ കോടതിയിൽ വന്ന് നിനക്ക് ഞാൻ പണിയാം. 1-2 രൂപയല്ല. അവൻ ആസ്പത്രി കിടന്നിട്ട് പോലും എൻ്റെ അടുത്ത് പോലും അറിയിക്കാതെ ഒരു ദ്രോഹം ചെയ്തിട്ട് പോയി കിടന്നതിന് ഷുഗർ ആസ്പത്രി എവിടെ പുലനാറുണ്ട്, കേരള സർക്കാരിൻ്റെ ആസ്പത്രി ഉണ്ട്, ഫ്രീ എന്ന് വിചാരിച്ചെന്ന് കിടന്നു. 9,975 രൂപ അവിടെ അടയ്ക്കണം. എന്നെ വിളിക്കുകയാണ്. അപ്പോഴവിടെ എന്നെ വിളിക്കുന്നത് അർജുൻ പാസ്റ്റർ. പേരൊന്നും പറയില്ലായിരുന്നു, ബഹുമാനത്തെ അർജുനൊന്നും കേൾക്കില്ല. അത്ര ബഹുമാനത്തെ എളിയാണ്. പക്ഷേ എനിക്ക് ഞാൻ ആസ്പത്രിയിലാണ്, ഡിസ്ചാർജ് നാളെ ആകും. ആസ്പത്രിയിലൊക്കെ പൈസ ഞാൻ കയ്യിൽ എത്ര രൂപ? കയ്യിൽ 3000 രൂപ, കൈവശം 6000 രൂപ ഉണ്ട്. പറഞ്ഞ എത്ര? പകുതി 3000 രൂപ. സത്യമാവതരാ പറഞ്ഞു. അവർ എന്ത് കള്ളം പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്നറിയാം. ഈ കള്ളം പറയണത് എല്ലായിടത്തും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവനൊരു അപ്പാവി. കാരണം ഡിസ്ചാർജ് ആയതിന് പോണ വഴിയിൽ 2 കോഴിയോ വേറെ എന്തെങ്കിലും കൂടെ വാങ്ങിച്ച് പൊറോട്ടയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പൈസ വേണോ വേണ്ടി. 2 പിള്ളേർ വീട്ടിലിരിക്കുകയാണ്, ഒരു പെണ്ണുമാണ്. അതിന് വേണോ വേണ്ട, ആഗ്രഹം തോന്നില്ല. 10-12 ദിവസം ഇവിടെ കിടന്നിട്ട് പോയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും കൂടെ കൊടുക്കണം വേണ്ട. ഇതാണ് കാര്യം. അപ്പം ഞാൻ എന്തിനും എൻ്റെ ഉള്ളത് ആ ഉള്ളതിൻ്റെ ബാക്കി കൊണ്ട് കൊടുത്തു. അതിൻ്റെ പിക്ചേഴ്സ് തന്നെ വിളിക്കില്ലേ, പക്ഷേ ഇനി 3000 രൂപ കുറവുണ്ട്. എങ്ങനെ എൻ്റെ പൊന്നു സഹോദരൻ, എനിക്ക് അത്രയും തരാണ്. ഞാൻ എപ്പോഴേ കടം വാങ്ങിച്ചത്. ഞാൻ 1000 രൂപ കടം വാങ്ങിച്ചത്. ഇപ്പോൾ അതിൻ്റെ എത്ര രൂപ ഉണ്ട്? അപ്പോൾ സത്യം പറയല്ലേ, 12,000 രൂപ. 3000 കൂടുതലിരിക്കുന്നു. ഇതാണ് ഒറിജിനൽ പാസ്റ്റർ. ഞാൻ എന്നിട്ട് നമ്മുടെ സഹോദരനല്ലെന്ന് ഞാൻ ചെയ്യും. എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അത് വളരെ ശ്രദ്ധിക്കുക. കൃപാലുവായ ദൈവത്തിൻ്റെ നമുക്ക് ഇവിടെ നമുക്ക് സങ്കീർത്തനം 38-ാമത്തേതിൻ്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കണം. വാക്യം 33-ന്റെ 18. അവിടെ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. സങ്കീർത്തനം 119:1 വായിക്കും. 112-ന്റെ 1-ന്റെ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ആമേൻ. അടുത്ത 112 യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ഏറ്റവും കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. മത്തായി 5-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 7-19 വാക്യം. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും. ഏതാണ് വാക്യം? 5:11. മത്തായി 5:11. 5:17 ഞാൻ ന്യായപ്രമാണത്തെയോ കഴിഞ്ഞു വന്നേ. അപ്പൊ ആ പൈസ എണ്ണിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. കർത്താവിനെ അടിക്കാതിരിക്കുക, കല്ലെടുത്ത് എറിയാനായിട്ട് കല്ലെടുത്ത് പോകണം. ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. യോഹന്നാൻ 7:19 യോഹന്നാൻ സുവിശേഷം.
മോശെ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ല, ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. പൗലോസിന്റെ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് എഴുതി വായിക്കും, നേരിലും പൊള്ളെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. ന്യായപ്രമാണത്തെ പറ്റി പറയുന്നു. മോശെ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ, മോശെ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ, എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് നിങ്ങൾ കൊല്ലുവാൻ ന്യായപ്രമാണം ഉണ്ടെങ്കിൽ കൊല്ലുവാൻ വരുമോ? ഇല്ല. അപ്പൊ ന്യായപ്രമാണം ഒരു വ്യക്തിക്ക് കൊല്ലാൻ പറ്റത്തില്ല. പറ്റത്തി കയ്യിലെടുക്കുമ്പോൾ പേടിയൊന്നും വിറയലുണ്ടാവും അല്ലേ? കല്ലെടുക്കുമ്പോൾ വിറയലുണ്ടാവണം. ഇത് അതിനെ കവച്ചു വെച്ച് കളിക്കുന്നത്. ബൈബിള് യേശുക്രിസ്തു പഠിപ്പിച്ച വചനം നമ്മൾ സ്പഷ്ടമായിട്ട് സ്വീകരിക്കണോ വേണ്ടേ? ഇതൊരു കത്തോലിക്ക സഭയെടുത്ത് സംസാരിച്ച വിഷയമാണ്. കഴിഞ്ഞ 3 ദിവസം ഉപവാസ പ്രാർത്ഥന 12 വർഷം എളുപ്പന്റെ രോഗമായിട്ട് കിടന്ന സൗരി കത്തോലിക്ക തൊട്ടടുത്ത് അതങ്കോടുന്ന സ്ഥലത്തിന് ഇപ്പുറത്തായിട്ട് പടനാടോട് ആലുമൂടിന് അവിടെ നിന്ന് താഴോട്ടുള്ള റോഡ് അതങ്കോട് പോകുന്ന റോഡിൽ ആദ്യം കാണുന്ന പിന്നെ കത്തോലിക്ക പള്ളി. ആ പള്ളി പലസൈഡിലെ റോഡിനപ്പുറം ഇവരെ ഈ മിഷൻ വീട്ടിലെ എല്ലാവരും ഈ ഭാഗത്താണ് താമസിക്കുക. അവിടെ ഒരു പ്രാർത്ഥന വയ്ക്കാനായിട്ടും അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥന വയ്ക്കാൻ ദൈവം പറഞ്ഞു. മറ്റൊരു സഹോദരി പെന്തക്കോസ്ത് സഹോദരി പറഞ്ഞു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചാൽ അവർക്ക് വിടുതൽ കൊടുക്കുമെന്ന് അവരുടെ പറഞ്ഞു. പ്രൈസ് അല്ലേ പറഞ്ഞു പരിസ്ഥിതി. അപ്പോൾ അവിടെ പറഞ്ഞു 28 ജപത്തോട്ട ഗീതങ്ങൾ മാർത്താണ്ടെന്ന് വാങ്ങിച്ചു. 3 ബൈബിള് തമിഴ് വാങ്ങിച്ചു. ആ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അരി, പയർ, പഞ്ചസാര, തേയില ഇത്രയും വാങ്ങിയാനുള്ള പൈസയും കൊടുത്തിട്ട് നാളെയും മറ്റൊന്ന് 2:30 മണി വരെ പ്രാർത്ഥന ഉള്ളൂ, 3 ദിവസം പ്രാർത്ഥന ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പാട്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞങ്ങൾ ഇവിടുന്ന് 7-8 രൂപയായിട്ട് ഞാൻ ആണായിട്ട് ഞാൻ മാസ്റ്റർ മാത്രം കഴിഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ സൗകര്യമാർ പാടാനും പ്രാർത്ഥിക്കാനുള്ള കഴിവുള്ളവരായിട്ട് വന്നു. അവിടെ കിടന്ന് പോയപ്പോൾ ജപത്തോട്ട ഗീതങ്ങളിൽ രക്തക്കോട്ടയ്ക്കുള്ളിൽ നാം നുഴந்து വിട്ടേൻ എന്ത് തീങ്കും തീണ്ടാതെന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുമാണ്. അവൾ പാടിക്കൊണ്ടിരിക്കും. ആ പാട്ട് തീരുമ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ എത്തിയില്ല. പാട്ട് തീരുമ്പോൾ നമ്മൾ പാപങ്ങളെ ഏറ്റു പറയാം എന്ന് പറയാൻ മതി. അങ്ങനെ ആ പാട്ട് തീർന്ന് ഞങ്ങൾ അവിടെ ചെന്ന ഉടനെ തന്നെ സ്വതന്ത്ര ഭാഷ എന്ന് കൂടി പാടിക്കൊണ്ടിരിക്കുന്നു. ആ പാട്ട് തീർന്ന ഉടനെ തന്നെ നമുക്ക് പാപങ്ങളായിട്ട് പറയാം. ഒരു 20 മിനിറ്റോളം യേശപ്പാ ഇങ്ങനെ ഒരു വിളിയുണ്ടാ, അതാണ് വിളി, ആഴത്തിൽ നിന്ന് വിളി, അതാണ് വിളി. ആരെങ്കിലും വിചാരിക്കും ഇവിടെ ആരോ ചത്തും അല്ലേ? ചാവാൻ പോവേണം, ചത്താലേ അടക്കുള്ളൂ. ചാവണം, അഹങ്കാരങ്ങളും ചാറ്റങ്ങളും ചത്താൽ മാത്രമേ നമുക്ക് ജീവനുള്ളൂ. അവരെ എന്ത് മാതി മാറുന്നങ്ങ് വിളിക്കണം. വിളിച്ച് ഒരു 20 മിനിറ്റ് ആയപ്പം എല്ലാം ശബ്ദം കുറഞ്ഞു. ഞാൻ പറയും ഇനിയും ഉണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സഹോദരി എളുപ്പിൻ്റെ രോഗിക്കാരിയായ അവൾ ഒരു ദിവസം അവൾ എഴുന്നേറ്റ് പറയാൻ വേണ്ട, ഇരുന്ന് പറയാൻ വേണ്ട. ഞാൻ ഒരു നാൾ എൻ്റെ വീട് സീമാറിട്ട് തുറപ്പ, അവിടെ സീമാറിന് തുറപ്പാണ്. ആ സീമാറിട്ട് തൂത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണാൻ എൻ്റെ വീട് പണിത മേശിരി എന്നെ മാപ്പിളയായിട്ട് വെച്ച് കെട്ട വാർത്ത അവനോടത് എൻ്റെ എല്ലാം പോയടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ എന്താ ചൂല് എന്ത് ചെയ്ത് ചിന്ത സീമാർ ഇത് കാരണം മൂടെന്ന് വെച്ചോളൂ. ഇത് കൊണ്ട ജലതി ഏത് സൈഡ് എടുക്കുന്നു? മൂട തുറപ്പേര് കെട്ടി വരണ സ്ഥലം എടുക്കോ, തുമ്പെടുക്കും. ചെലഞ്ചി അടിക്കാനാണ് ആളുകളെ അടിക്കാൻ. എവിടെ എന്ത് ചെയ്തില്ല ടക്കനെ എന്ത് ചെയ്ത് ഇത് മൂടാണ് ഇങ്ങോട്ട് തിരിച്ചു പോകും. ആഴ്ചയുടെ തള്ളിയിട്ട് അവളതിൻ്റെ പുറത്ത് കയറി തറപ്പേര മൂടുകൊണ്ടാടി ഒരുവിധം പശ വന്നെന്ന് അറിഞ്ഞപ്പോൾ അവിടെ എടുത്തത് നടന്ന സംഭവമാണ്. പക്ഷേ അത്രയും പറയാൻ സമ്മതിച്ചില്ല. പിന്നീട് അവൾ പറഞ്ഞു ഇതാണ് സംഭവം. ഞാൻ പറയും ഈ വിഷയം ഒരൊറ്റ വീട്ടിൽ ആരെയും വീടുകളിൽ പറയരുത്. ഇവിടെ നിന്നാണ് സംഭവം. പറയല്ലേ, ദൈവത്തെ പേടിയുള്ളവർ പറയുന്നത് അടിക്കുന്നേ പറയില്ല. തലേ ദിവസം 1:30 മണിക്ക് പെടുക്കണം തോന്നി. തലേ ദിവസം രാത്രി പെടുക്കണം തോന്നി. അവിടെ ഒന്നിന് പോയിട്ട് വന്നപ്പം പെട്ടത് അവളെ ഉള്ളി തോന്നി ബൈബിൾ വായിക്കുന്നു. അവൾ മുഖമെല്ലാം കയ്യും കാലം കഴുകി തുടച്ചിട്ട് വന്ന് ഒരു പായ എടുത്തിട്ട് കൊടുത്ത് ബൈബിൾ എടുത്തു വന്ന് കത്തിക്ക് ബൈബിൾ എടുത്തു. ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് മോശെ உங்களுக்கு ന്യായപ്രമാണം തന്നില്ല, ആരും ആചരിക്കില്ല എന്ന് പറഞ്ഞ് ഈ ബൈബിൾ അവളെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി എറിഞ്ഞു. ഇവളെ കൈ ഇങ്ങനെ സ്തംഭിച്ചു. ഇവിടെ ഈ സാക്ഷ്യം പിറ്റേ ദിവസം പറയുമ്പോൾ അവളെ കൈ നിന്നു. എൻ്റെ കൂടെ വന്ന് ഇതാ അപ്പോൾ കിടക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു
ഞാൻ കൈവച്ചെന്നല്ല പറഞ്ഞ്, അവളെ കുറവുകൾ ഏറ്റു പറഞ്ഞപ്പോൾ അവളെ കൈ നൂന്നു. സഭയിൽ പറഞ്ഞപ്പോൾ, സഭയിൽ ലജ്ജിക്കാതെ അവൾ ചെയ്ത കാര്യം പറഞ്ഞപ്പോ അവൾക്ക് ദൈവമോചനം കൊടുത്തു. അവിടെയാണ് മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ, ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല എന്ന് യോഹന്നാൻ 7:19 കൂടെ പറഞ്ഞുവെങ്കിൽ ന്യായപ്രമാണത്തിൽ പുസ്തകത്തിൽ ഈ ന്യായപ്രമാണം 10,000 താലന്തുകളായി എഴുതി കൊടുത്താലും ഒരു അപൂർവ കാര്യമായിട്ട് എണ്ണപ്പെടുന്നത്. സന്തുഷ്ടവാക്യം 30-ാം അധ്യായം അവിടെ എഴുതിയിരിക്കുന്ന വാക്യം 4-ഉം 7 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ന്യായപ്രമാണത്തെ കുറിച്ച്. ഒന്ന് വായിച്ച് എന്നെ സഹായിക്കാൻ ഞാൻ നിർത്താൻ പോവുകയാണ്. സന്തുഷ്ടവാക്യം 30-ാം അധ്യായം 30-ന്റെ തന്റെ 4-ാം വാക്യം. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവൻ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർത്ത് നിൽക്കുന്നു. 9-ാം വാക്യം. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. വളരെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിലേ ചില പാപങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാവും. ആഴമേറിയ പാവങ്ങളിൽ നീളമുള്ളത് കാണും, വിസ്താരമുള്ള പാവങ്ങൾ കാണും. അപ്പോൾ ഈ ന്യായപ്രമാണം കൂടെ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ കുഞ്ഞുകുട്ടികളെല്ലാം ദുഷ്ടമായ ആലോചന നടക്കാനും പാപിയുടെ പരിഹാരപ്പെടുത്തിരിക്കാനും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ വൃക്ഷം പോലെ ഇരിക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാലും ഈ ന്യായപ്രമാണത്തിന് ഒരു വള്ളി എങ്കിലും ഒരു പുള്ളി എങ്കിലും മാറിപ്പോകയില്ല. ഇതിനെ ഒരുത്തം കുറയ്ക്കുകയോ കൂട്ടുകഴിച്ചാൽ സ്വർഗരാജ്യത്തിൽ ചെറിയവെന്ന് വിളിക്കപ്പെടും. അങ്ങനെയല്ലേ എഴുതിയിരിക്കണേ? എല്ലാവരുടെ വെളിപ്പാടിലാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് നിങ്ങൾ അനുസരിക്കുക. ഇതുവരെ ക്ഷമയോടെ കാത്തിരുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. നല്ലൊരു ശുശ്രൂഷ സഹോദരിക്കൂടെ